പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സാജിൽ കൊടുത്തയാണ്. പിന്നെ ഞാൻ എല്ലാ കാര്യത്തും അങ്ങനെ പ്രതികരിക്കില്ല. ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ 1, 2, 3 ആൾക്കാരെ ചെറിയൊരു ഉദാഹരണം വീടിൻ്റെ ഫോട്ടോ മാത്രം കാണിച്ചു തരാം, കുറച്ച് വെള്ളത്തിൻ്റെ കാര്യം കാണിച്ചു തരാം. അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മളെ നാട്, നമ്മൾ ചെയ്യുന്ന നമ്മളെ നാട്, നമ്മൾ എന്തുണ്ടാക്കുന്നു അല്ലെ നമ്മൾ എന്തിന് ചെയ്യുന്നു ഇതിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി കടക്ക് പുറത്തുള്ള തീർന്ന കേസല്ലല്ലോ ഇത്. ഞാൻ രാഷ്ട്രീയം പറയല്ല. ഈ വെള്ളം എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെ എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിന് പ്രതിരോധ രൂപം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇതിന് പറ്റാത്ത സർക്കാർ എന്തിന് ജീവിക്കുന്നു? അത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും ആരായാലും എൻ്റെ തുല്യത വാക്കാണ്, എൻ്റെ തുല്യത സംസാരങ്ങളാണ്. അത് ഞാനൊരാളെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, ഒരാൾക്ക് വേണ്ടി സപ്പോർട്ട് ആവശ്യമില്ല. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാർ, ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. 10,000 ഇരുവഞ്ചിപ്പുഴയിലും ഇരുവള്ളിത്തുള്ളയിലും പുഴയിലും ഒരുപാട് ആളുകൾ കഷ്ടപ്പാട് അനുവദിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ എന്ത് വില കൽപ്പിച്ചാലും ജയിലിലടിച്ചാലും ഞാൻ പ്രതികരിച്ചേ, ഒരു പൗരൻ എന്ന രൂപത്തിൽ ഞാൻ പ്രതികരിച്ചേ പറ്റൂ. പ്രതികരിക്കാനുള്ള ഒരു കൈവടിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രതികരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു പോകുന്ന വഴിയാണിത്. പോകുന്ന വഴി ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എവിടാണ് ഇന്ന് ഒഴിവുള്ളൊരു സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ? ഒരു